Welcome to Mahimas cooking class. In this video, Keema Peas Masala recipe. We will do Keema Peas Masala in a style preparation. ചെണ്ണ ചൂടാക്കാം. ഈ കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ. ചൂടായ എണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ കടുക്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ച മണം ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് വലിയൊരു സവോള, ഏകദേശം 1 കപ്പ് സവോള ഉണ്ടാവും ചോപ്പ് ചെയ്തത്, അത് ചേർത്ത്. ഇനി നമ്മൾ നോക്കുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സവോള ഒരു ലൈറ്റ് ബ്രൗൺ കളറാവണം, അതുവരെ വഴറ്റിയെടുക്കും. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഉപ്പിടാം. 1 ടീസ്പൂൺ ഉപ്പ്. കുറച്ചും കൂടെ ബ്രൗൺ കളർ ആവണം സവോള. ഇതിപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു, കുറച്ച് സമയം കൂടെ എടുക്കും. ഇനി നമുക്ക് മസാല ഇടാൻ സമയമായി. തീ കുറച്ച് വെക്കുക. കുറച്ച് വെച്ച ശേഷം മസാല ആഡ് ചെയ്യാം. കാശ്മീരി മുളക് പൊടിയാണ് 3 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, പെരിഞ്ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 3 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നന്നായിട്ട് ചൂടായിട്ട് കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ പച്ചമണം മാറും. ഉടനെ തന്നെ നമ്മൾ ടൊമാറ്റോ ചേർക്കും. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ടൊമാറ്റോ ചോപ്പ് ചെയ്തത്. ഈ ടൊമാറ്റോ വെന്ത് ഉടയണം, ആ ഒരു രീതിയിൽ ആകുന്ന വരെ കുക്ക് ചെയ്യുക. ടൊമാറ്റോ എല്ലാം വെന്ത് ഉടഞ്ഞു. ഇനി നമുക്കിതിനകത്തേക്ക് കീമ ചേർക്കാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 300 ഗ്രാം കീമയാണ്. ഇത് മട്ടനാണ്. നിങ്ങൾക്ക് മട്ടണോ ബീഫോ ബഫലോ മീറ്റൊക്കെ യൂസ് ചെയ്യാം, അല്ല ചിക്കൻ വെച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്യാം. മിൻസ് മീറ്റ് ഇട്ട ശേഷം 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു. അപ്പം അതിൻ്റെ വെള്ളം എല്ലാം ഒന്ന് ഡ്രൈ ആയി. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഗ്രീൻ പീസ് ചേർക്കാം. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാൻ ഉപയോഗിക്കുന്നത്, 3/4 കപ്പ്. ഗ്രീൻ പീസ് ഇട്ട ശേഷം 2-3 മിനിറ്റും കൂടെ വഴറ്റുക. അതിനുശേഷം വെള്ളം ഒഴിക്കാം. ഗ്രീൻ പീസ് ഇട്ട ശേഷം 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വഴറ്റി. ഇനി നമുക്കിതിനകത്തേക്ക് ചൂടുവെള്ളം ചേർക്കാം. നഗയ്ക്ക് വെള്ളം ഒഴിക്കുക. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു. ചെക്ക് ചെയ്യാം. അപ്പോൾ വെള്ളമൊക്കെ പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണും കൂടെ ഉപ്പ് ചേർക്കുകയാണ്. ആദ്യം നമ്മളൊരു ടീസ്പൂൺ ഉപ്പ് ചേർത്തായിരുന്നു. ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർക്കുക. ഇനി ഇതിലേക്ക് ഗരം മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല, അതേപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു പരുവം അധികം ഗ്രേവി ഇല്ലാണ്ട് നമ്മൾ എടുക്കുന്നത്. ഇതേപോലെ ഗ്രേവി വേണമെങ്കിൽ ഇച്ചിരി ഗ്രേവി കൂട്ടി വേണമെങ്കിലും എടുക്കാം. ഈ ഓഫ് ചെയ്ത ശേഷം നന്നായിട്ട് മല്ലിയിലയും കൂടെ ചേർക്കാം. മല്ലിയില ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം.
കീമ പീസ് മസാല ഒരു 15-20 മിനിറ്റ്സിനകം ടൈം എടുത്ത് നമുക്ക് കുക്ക് ചെയ്യാവുന്ന ഒരു ഈസി ഡിഷാണ്. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ചപ്പാത്തിക്കകത്ത് വെച്ച് റോൾ ചെയ്ത് സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ നല്ലൊരു ഓപ്ഷനാണ്. അതുകൂടാതെ പാവ് ബൺസിനകത്ത് നിങ്ങൾക്ക് ഇത് സ്പ്രെഡ് ചെയ്ത് കുറച്ച് അണിയൻ റിങ്സും ടൊമാറ്റോ ഒക്കെ വെച്ച് സെർവ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു മീലായിട്ട് വേണമെങ്കിൽ കഴിക്കാം. അങ്ങനെ പലതരത്തിൽ നമുക്കിത് സെർവ് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.